വെൽക്കം ടു റിത്നി വേൾഡ്. ഇന്ന് നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കിയാലോ? പേര് കേട്ട് പേടിക്കണ്ട, ടർക്കിഷ് ചിൽബർ. ഇതിനായി ഒരല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുക്കാം. അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് ദിൽ ലീവ്സ് ആണ്. സാലഡ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ലീഫാണ്. സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ കിട്ടും. ഇനി ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പ് ഗ്രീക്ക് യോഗേർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് വെള്ളത്തിൻ്റെ അംശമില്ലാത്ത നല്ല കട്ട തൈര് എടുത്താലും മതി. ഇനി അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളിയും ദിൽ ലീവ്സും ഇതിലേക്ക് ചേർക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു സോസ് പാനിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് വിനിഗർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കറക്കി കൊടുക്കുക. കറക്കി നമ്മളൊരു ചുഴി പോലെ ഉണ്ടാക്കിയെടുക്കുക. ഇനി ഒരു മുട്ട നമ്മൾ ആ ചുഴിയുടെ നടുക്ക് ഭാഗത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാം, ആ ഒരു വെള്ളയൊക്കെ ആ മഞ്ഞയെ കവർ ചെയ്ത് തന്നെ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒരുപാട് സമയം വേണ്ട, 2 മിനിറ്റ് അത്ര മതി. ഫ്ലെയിം ഓഫ് ചെയ്ത് നമുക്ക് ആ ഒരു പോച്ച്ഡ് എഗ്, ഇങ്ങനെ കുക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോച്ച്ഡ് എഗ് എന്ന് പറയുന്നത്. ആ ഒരു പോച്ച്ഡ് എഗ് നമുക്ക് അബ്സോർബൻ പേപ്പറിലേക്ക് മാറ്റാം. ഇനി ഇതിനായിട്ട് നമുക്കൊരു സോസ് റെഡിയാക്കി എടുക്കാം. അതിനായി ബട്ടർ എടുത്തിട്ടുണ്ട്. ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്കും അതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ചില്ലി പൗഡർ അല്ലെങ്കിൽ പാപ്രിക്ക പൗഡർ, ഓരോരുത്തരുടെ ടേസ്റ്റിനും ഒരു എരിവിനും ഒക്കെ ഉള്ള ഒരു താല്പര്യം അനുസരിച്ച് നമുക്ക് അളവിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്താം. ഇത്രയേ ഉള്ളൂ പ്രിപ്പറേഷൻസ്. ഇനി പ്ലേറ്റിംഗ് ആണ്. നമ്മുടെ യോഗേർട്ട് മിക്സ് ഒരു സെർവിങ് പ്ലേറ്റിൽ ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് നമുക്ക് പോച്ച്ഡ് എഗ് പ്ലേസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് നമ്മുടെ ബട്ടർ ചില്ലി സോസാണ്. അതുകൂടി നമുക്ക് ഇതിന് മുകളിലേക്കൊന്ന് ഡ്രിപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ദിൽ ലീവ്സ് കൂടി ഇതിന് മുകളിലേക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ ഗാർണിഷിങ്ങും കംപ്ലീറ്റ് ആയി. ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ടോസ്റ്റഡ് ബ്രെഡിൻ്റെ കൂടെ സെർവ് ചെയ്യാം കേട്ടോ. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഹെൽത്തിയും ആണ്, ടേസ്റ്റിയും ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.